മാവേലിക്കര ബിഷപ്പ് മോർ കോളേജ് മലയാള വിഭാഗം മേധാവി ശ്രീമതി സജിനി മലയിൽ എഴുതിയ കഥ കറുപ്പും വെളുപ്പും. സന്ധ്യ മയങ്ങാറായ നേരത്ത് ആരാണ് പൂമുഖത്ത് ഓട്ടുമണി അടിക്കുന്നത്? നാലുകെട്ടും നടുമുറ്റവും പറയാൻ കൊള്ളാം. വയ്യാത്ത കാലും വലിച്ചു വെച്ച് അടുക്കളയിൽ നിന്ന് പൂമുഖത്തെത്തണമെങ്കിൽ എത്ര നേരം വേണം? വീണ്ടും അടിക്കുകയാണല്ലോ. ആരാണാവോ ഇത്ര തിരക്കുള്ള ആൾ? 2 മിനിറ്റ് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നടുവിന് കൈ കൊടുത്ത് ജെസി ഒരു നിമിഷം നിന്നു. 85 കിലോ ഭാരം താങ്ങാൻ വയ്യാതെ ദുർബലമായ ആ കാലുകൾ അവരെ പൂമുഖത്തേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോയി. ശരി, പോയേക്കാം. ആരാണെന്ന് നോക്കിയിട്ട് അവിടെ തന്നെ അല്പനേരം ഇരിക്കാമല്ലോ. കള്ളിമുണ്ട് മുറിച്ചെടുത്ത് തുന്നിയ പോലെയുള്ള പാന്റ്, കറുപ്പും വെളുപ്പും വരകളുള്ള മുട്ടുവരെ നീണ്ടുകിടക്കുന്ന കുപ്പായം, തൂവെള്ള നിറമുള്ള നീണ്ട മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നു. കറുകറാ കറുത്ത താടിമീശ, കറുത്ത കണ്ണട. ഫോട്ടോഗ്രാഫർ. കല്യാണത്തിന് വന്ന അതേ കോമാളി വേഷം. നീരസം പുറത്തു കാണിക്കാതെ ജെസി ചോദിച്ചു, എന്താ? അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഒരു വലിയ ബാഗ് എടുത്തുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. ആൽബത്തിലേക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളോ? ഇയാൾക്ക് നൊസ്സാണെന്ന് തോന്നുന്നു. ജെസിക്ക് നാവ് ചൊറിഞ്ഞു വന്നു. ഇപ്പൊ അവരിവിടെ ഇല്ല. ചെറുക്കന്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ വാക്കുകൾ പുറത്തു വന്നത് ഇങ്ങനെയായിപ്പോയി. ഇതാണ് തന്റെ പ്രശ്നമെന്ന് ജെസി വ്യസനിച്ചു. പറയണമെന്ന് ആഗ്രഹിക്കുന്നത് പറയില്ല, പറയണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തത് മൊഴിയുകയും ചെയ്യും. അകത്തെ മുറിയിൽ ടെലിഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ജെസി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇതാണ് കുഴപ്പം. ഞാൻ അകത്ത് നിൽക്കുമ്പോൾ പുറത്ത് മണിമുഴങ്ങും, പുറത്തു നിൽക്കുമ്പോൾ അകത്ത് മണിമുഴങ്ങും. വയ്യാത്ത കാലും വലിച്ചു വെച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എത്ര തവണ നടക്കണം എന്റെ കർത്താവേ. നിങ്ങൾ ഇരിക്കെ. ജോലിയിൽ നിന്ന് വിരമിക്കാൻ ഇനിയും 2 കൊല്ലം കൂടിയുള്ള ആൾ എന്തിനാണ് വിരമിച്ചിട്ട് 20 കൊല്ലം കഴിഞ്ഞവരെ പോലെ പെരുമാറുന്നതെന്ന് ഫോട്ടോഗ്രാഫർ അത്ഭുതം കൂറി. ഫോട്ടോഗ്രാഫർ വാതിലോളം ചെന്ന് അകത്തെ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചു. ഞാനിവിടെ രാത്രി ഒറ്റയ്ക്ക് എങ്ങനെ അയച്ചായ? ജോക്കുട്ടൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ. പിന്നെ പന്ത് കളി കാണാൻ പോകാമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോഴേക്കും ചെന്നില്ലെങ്കിൽ ഇപ്പോ എന്നാ പറ്റാനാ? കാണാനല്ലേ, കളിക്കാനൊന്നും അല്ലല്ലോ. ഇന്നേ വരെ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ലെന്ന് ഇച്ചായൻ അറിയാൻ മേലേ? പിന്നെ ദത്ത് നിന്നത് തന്നെ. മതം മാറലും മിന്നുകെട്ടലും കഴിഞ്ഞപ്പോഴല്ലേ സത്യം പറയുന്നത്. എന്റെ ഇച്ചായ 6 മാസം മുമ്പേ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാന്നേ. ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണത്രേ. അല്ലേലേ എന്നും എല്ലാരും എന്നെ പറ്റിച്ചിട്ടല്ലേ ഉള്ളൂ, എനിക്കറിയാം. റിസീവർ ക്രാഡലിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടതും അയാൾ വേഗം കസേരയിൽ ഇരിപ്പായി. പൂമുഖത്ത് തിരിച്ചെത്തിയ തന്റെ മുഖത്ത് ഭാവഭേദമൊന്നും വരാതിരിക്കാൻ ജെസി ഒരു വിഫല ശ്രമം നടത്തി. സാരി തുമ്പെടുത്ത് മുഖവും കഴുത്തും തുടച്ചുകൊണ്ട് തന്റെ ശരീരം ശ്രദ്ധാപൂർവം കസേരയിലേക്ക് താഴ്ത്തിവെച്ചു. ആ കസേരയ്ക്ക് മറ്റ് കസേരകളെക്കാൾ പൊക്കവും വീതിയും കൂടുതലുണ്ടെന്ന് അയാൾ വേഗം കണ്ടുപിടിച്ചു. അയാൾ ബാഗിൽ നിന്നും 3 CD എടുത്ത് അവരുടെ നേരെ നീട്ടി. ആൽബത്തിലേക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ കുഞ്ഞുങ്ങളോട് പറയണം. വീഡിയോയുമുണ്ട്. എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. സമയം കിട്ടുമെങ്കിൽ മാഡവും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തതിനാൽ അയാൾ വേഗം പടിയിറങ്ങി. ചുറ്റും ഇരുട്ട് പരുക്കുന്നത് കണ്ട് ജെസി അസ്വസ്ഥയായി. വല്ലാത്തൊരു ശൂന്യത. 10-25 കൊല്ലം മുൻപുള്ള ഒരു മൂവന്തി അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് എളിയിലുണ്ടായിരുന്ന ആ കൈക്കുഞ്ഞ് ജീവിക്കാനുള്ള ധൈര്യം തന്നു. കയ്യിലൊരു ബാഗ് മാത്രം എടുത്തുകൊണ്ട് അന്നും ഒരാൾ പടിയിറങ്ങി. അയാളെ ഒരു നിമിഷം പോലും നോക്കി നിൽക്കാതെ കുഞ്ഞിനെയും എടുത്ത് കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി കതക് വലിച്ചടച്ച താൻ എന്തിനാണ് ഇന്ന് ഇയാളെ കണ്ണുകൊണ്ട് പിന്തുടരുന്നത്? കാറിന്റെ ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ട് അവർ ചെറുതായൊന്ന് ഞെട്ടി. വീട്ടിൽ നിന്ന് ഗേറ്റ് വരെ ഏതാണ്ട് 600 മീറ്റർ ദൂരം. അതിന് മധ്യത്തിലുള്ള വളവിനപ്പുറത്തേക്ക് ചോക്ലേറ്റ് നിറത്തിലുള്ള ആ കൊച്ചു കാർ അപ്രത്യക്ഷമായി. ഇരുട്ട്, വല്ലാത്ത ഇരുട്ട്. വട്ടമേശയുടെ മുകളിൽ അയാൾ വെച്ച സീഡികൾ എടുത്ത് അവർ അകത്തേക്ക് കയറി. കതക് ഭദ്രമായി പൂട്ടി. പീപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. കാലിന് വല്ലാത്ത നൊമ്പരം. ഒന്ന് കിടക്കണം. മുറിയിൽ കയറി ശരറാന്തലിന്റെ സ്വിച്ച് ഇട്ടു. അരണ്ട വെളിച്ചത്തിൽ അടുപ്പിച്ചിട്ടിരിക്കുന്ന ആ 3 ഒറ്റക്കട്ടിലുകളിലേക്ക് അവർ തുറച്ചു നോക്കി. മാഷിന്റെ കൈ പിടിച്ച് ആദ്യമായി കയറി വന്നപ്പോൾ ഈ മുറിയിൽ ഒരു കട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. താൻ ഗർഭിണിയായപ്പോഴാണ് ആശാരിയെ വരുത്തി ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ കട്ടിലിന്റെ മോഡലിൽ മാഷ് 2 കട്ടിൽ കൂടി പണിയിച്ചത്. മാഷ് വേണ്ട, ചതിയുടെ ആ അധ്യായം പണ്ടേ അടച്ചതാണ്.
നാളെ തന്നെ ആരെയെങ്കിലും വിളിപ്പിച്ച് 2 കട്ടിൽ ഈ മുറിയിൽ നിന്ന് മാറ്റണം. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കാണ് ഈ മുറിയിൽ, അല്ല ഈ വീട്ടിൽ. തളരരുത്. കണ്ണടയ്ക്കിടയിലൂടെ ഇടത് ചൂണ്ടിവിരൽ കൊണ്ട് കൺകോണിൽ തൊട്ടു. ഇല്ല, ജെസി ധീരയാണ്, അവർ സ്വയം സമാധാനിച്ചു. ലാപ്ടോപ്പ് എടുത്ത് അസ്വസ്ഥതയോടെ അവർ ഊണുമുറിയിലേക്ക് നടന്നു. ആ ഫോട്ടോഗ്രാഫർ എന്നാ പണിയാ കാണിച്ചേക്കുന്നേ? എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണല്ലോ. ഒന്നാമത്തെ CD മാറ്റി അവർ ഫോട്ടോസ് 2 എന്നെഴുതിയ CD ലാപ്ടോപ്പിൽ ഇട്ട് നോക്കി. കർത്താവേ, ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ഇത് വലിയ ചതിയായി പോയല്ലോ. വേണമെങ്കിൽ ഒരു രസത്തിന് 5-6 ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിക്കോട്ടെ. ഒരു ആൽബം മുഴുവൻ ഇങ്ങനെ കറുത്തും വെളുത്തും മാത്രം ഇരിക്കുകയെന്ന് വെച്ചാൽ ഈ വട്ട് കേസിനെ ആരാ ഈ പണി ഏൽപ്പിച്ചതെന്ന് അറിയണമല്ലോ. അരിശത്തോടെ അവർ അവസാനത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്തു. കല്യാണക്കുറിയാണ്. വി സംഗീത, ഡോട്ടർ ഓഫ് മിസിസ് ജെസി കുരുവിള ആൻഡ് മിസ്റ്റർ KS ശേഖർ, ആൻഡ് അഭിലാഷ്, സൺ ഓഫ് ലേറ്റ് മിസിസ് ലതിക സതീഷ് ആൻഡ് ലേറ്റ് മിസ്റ്റർ സതീഷ് വർമ്മ, കോർഡിയലി ഇൻവൈറ്റ് യു. ജെസിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. മകളുടെ വിവാഹം ശേഖരനെ അറിയിക്കണ്ടേ എന്ന് ഇച്ചായൻ ചോദിച്ച സംഭവം അവർ ഓർക്കാൻ ശ്രമിച്ചു. അറിയിച്ചോളൂ, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, 2 ആളും കൂടെ കല്യാണത്തിന് വേണ്ട. ഒറ്റയ്ക്ക് കൊച്ചിനെ വളർത്തിയത് ഞാനാണ്. അവളുടെ കല്യാണം നടത്താനും എനിക്കറിയാം. നടുക്കേ മുറിയിൽ അമ്മയുടെ ഒച്ച പതിവില്ലാത്ത വിധം ഉയർന്നപ്പോൾ മകൾ അവിടെ നിന്ന് നടുമുറ്റത്തേക്ക് നടന്ന് ശംഖുപുഷ്പത്തിനടുത്ത് പോയിരിക്കുന്നത് ഒരു ചിത്രത്തിൽ എന്നതുപോലെ തെളിഞ്ഞു വന്നു. അമ്മയോട് പിണങ്ങുമ്പോഴൊക്കെ അവൾ അവിടെയാണ് ഇരിക്കാറ്. അത് കാണുമ്പോൾ പേടിയാണ് ജെസിക്ക് തോന്നുക. കാരണം അത് നട്ടുനനച്ച് വളർത്തിയത് ആരാണെന്ന് തനിക്ക് മാത്രമേ അറിയുള്ളല്ലോ. അഭിലാഷ് ലതികയുടെ മോനാണെന്നോ? അപ്പു? അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മയുടെ മരണശേഷം അമ്മാവനാണ് വളർത്തിയതെന്നും പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും പേര് ചോദിക്കാൻ എന്തേ തോന്നിയില്ല? പൂജയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ജെസി മേശപ്പുറത്തേക്ക് തലചായ്ച്ചു. ശേഖരൻ മാഷിന്റെ നാടക ട്രൂപ്പിൽ താൻ ഗായികയായിരുന്ന കാലം. കോളിളക്കം സൃഷ്ടിച്ച വിവാഹത്തിന് ശേഷം സതീശനും ലതികയും ശാന്തമായി ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2 ആൾക്കും നാടകാഭിനയം തലയ്ക്ക് പിടിച്ചിരുന്നു. അന്ന് അവരുടെ മകൻ അപ്പുവിന് 4 വയസ്സ് പ്രായം. കുസൃതി കൊടുക്ക. മാഷുമാമൻ ഈ മാമിയെ എന്നാ കല്യാണം കഴിക്കുന്നേ? ഇവര് ലവ് ആണെന്ന് കർട്ടൻ കെട്ടണ ചേട്ടന്മാർ പറഞ്ഞല്ലോ അച്ഛാ. തങ്ങളുടെ രഹസ്യ പ്രേമം പരസ്യമാക്കിയത് അവനായിരുന്നു. സാമ്പത്തികമായി ക്ഷയിച്ചുപോയ ഒരു കാർന്നവരുടെ ഈ മഠം മാഷിന് ഇടപാടാക്കി കൊടുത്തത് സതീശനായിരുന്നു. പിന്നീട് തങ്ങളുടെ ഒളിച്ചോട്ടത്തിന്റെ സൂത്രധാരനായതും സതീശൻ തന്നെ. ഇവിടെ താമസമായി കഴിഞ്ഞ് ജെസിത്തമ്പുരാട്ടി എന്ന് വിളിച്ച് മാഷ് കളിയാക്കിയിരുന്നതോർത്തപ്പോൾ അവർ സാരിത്തലപ്പുകൊണ്ട് ചുണ്ടമർത്തി തുടച്ച് പുഞ്ചിരി ഇതളുകളെ ഞെരിച്ചു കളഞ്ഞു. നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് സതീശന്റെ സ്കൂട്ടർ ലോറിക്കടിയിൽപ്പെട്ടത്. മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും വീട്ടുകാർ കൂട്ടാക്കിയില്ല. ശൂദ്രത്തിയുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയ അന്നേ ഞങ്ങൾക്കവൻ മരിച്ചു എന്ന് പറഞ്ഞ് പടിയടച്ചു. ഈ വീടിന്റെ തെക്കേ ഭാഗത്താണ്. ഈ പറമ്പിൽ നിന്ന് മാവ് വെട്ടിയാണ്. പിന്നീട് മാഷ് എപ്പോഴും ലതികയുടെ വീട്ടിൽ കയറി ഇറങ്ങുകയായിരുന്നു എന്ന് നാടക ട്രൂപ്പിൽ തന്നെ ആളുകൾ അടക്കം പറയുന്നത് കേട്ട് ക്ഷമ കെട്ടാണ് അന്ന് ആ ത്രിസന്ധിക്ക് പൊട്ടിത്തെറിച്ചത്. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഒന്നും മിണ്ടാതെ ഒരു ബാഗും എടുത്ത് മാഷ് പടിയിറങ്ങി. മുമ്പ് മാഷുമായുള്ള കല്യാണത്തെ ചൊല്ലി വഴക്കുണ്ടാക്കിയ ഇച്ചായൻ തന്നെ അന്ന് പിണക്കം മാറ്റി തങ്ങളെ ഒരുമിപ്പിക്കാൻ എത്ര ശ്രമിച്ചു. പെങ്ങളുടെ പിടിവാശി അറിയാവുന്നത് കൊണ്ട് അമ്മയെ കൂട്ടിന് ഇവിടെ കൊണ്ടാക്കി ഇച്ചായൻ തോൽവി സമ്മതിച്ചു. അമ്മച്ചിയെ മോൾ അമ്മ എന്ന് വിളിച്ചു, പെറ്റമ്മയെ മമ്മി എന്നും. ശരിക്കും ഒരു മമ്മി. മോൾക്ക് എന്തിനും ഏതിനും അമ്മ മതിയായിരുന്നു. എങ്ങനെയും ഒരു സർക്കാർ ജോലി നേടുക എന്നതായിരുന്നു അന്നത്തെ ഏക ലക്ഷ്യം. അത് സാധിച്ചു. നിന്റെ അപ്പൻ മരിച്ചോണ്ടാ ഞാൻ വിധവയായത്. നിന്റെ കൊച്ചിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നീ എന്തിനാണ് ഒരു വിധവയെ പോലെ കഴിയുന്നത് എന്നതായിരുന്നു തന്നെക്കുറിച്ച് അമ്മയുടെ എപ്പോഴുമുള്ള ആധി. ആ ആധി ഒരു ഹാർട്ട് അറ്റാക്കിൽ അവസാനിച്ചു. 3ാമത്തെ CD വീഡിയോ ആണ്. ഭാഗ്യം, ഇത് കളറാണല്ലോ. ഫോട്ടോഗ്രാഫറുടെ മട്ടും ഭാവവും അത്ര പന്തിയല്ലല്ലോ. മോൾ എന്തിനാ അയാളുടെ കാലിൽ തൊടാൻ കുനിയുന്നത്? ഓ, താഴെ വീണ തൂവാല എടുത്തതാണെന്ന് തോന്നുന്നു. അയാൾ എന്തിനാണ് മോളുടെ നെറ്റിയിലും താടിയിലും തോളത്തുമൊക്കെ തൊടുന്നത്? ഓ, ഫോട്ടോയ്ക്കുള്ള തയ്യാറെടുപ്പായിരിക്കും. അഭിലാഷിന് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? ഇടയ്ക്കിടെ 2 പേരും കൂടി എന്തോ പറയുന്നുണ്ടല്ലോ. എല്ലാം ശ്രദ്ധിക്കുന്ന മോൾ എന്തിനാ പുഞ്ചിരിക്കുന്നത്? ഓ, 2 ആളും നേരത്തെ പരിചയക്കാരാണല്ലോ. പ്രേമ മണ്ണാങ്കട്ട. ഈ പുരുഷനെ വിവാഹം ചെയ്യാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നതാര്? പള്ളിയിൽ അച്ഛന്റെ മുഴക്കമുള്ള ശബ്ദം.
പുരുഷന്മാരുടെ ഭാഗത്ത് മുൻനിരയിലിരുന്ന ഇച്ചായൻ മുന്നോട്ട് നടക്കുന്നു. അച്ഛനും ഇച്ചായനും തമ്മിൽ നോക്കി പുഞ്ചിരിക്കുന്നു. ഇച്ചായൻ ഫോട്ടോഗ്രാഫറോട് ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു. രണ്ടാളും പുഞ്ചിരിക്കുന്നു. സാരിത്തലിപ്പ് തലയിലൂടെ ഇട്ട് കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്ന തന്റെ ക്ലോസപ്പ്. മോളുടെ കൈ വരന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് ഫോട്ടോഗ്രാഫറാണോ? പലതവണ റീവൈൻഡ് ചെയ്ത് ജെസ്സി ആ ഭാഗം കണ്ടു. ശരിയാണ്, മോളുടെ കൈ പിടിച്ചു കൊടുക്കുന്നത് അയാൾ തന്നെ. മേശയുടെ മുകളിലേക്ക് ജെസ്സി കുനിഞ്ഞു കിടന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എത്രയോ നേരം അങ്ങനെ കിടന്ന് കരഞ്ഞു കരഞ്ഞ് അവരുറങ്ങി. ടെലിഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് ജെസ്സി ഉണർന്നത്. ക്ലോക്കിലേക്ക് നോക്കി. 5 മണി. മരവിച്ചു പോയ കാല് വലിച്ചു വെച്ച് നടന്നു. ആരാണ് ഇത്ര നേരത്തെ? ജോക്കൂട്ടൻ എത്തിയോ അതോ മോളാണോ? ഹലോ ഹലോ, ഞാൻ കേണലാണ്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഗേറ്റിനടുത്ത് ചോക്ലേറ്റ് നിറത്തിലുള്ള ഒരു പഴയ ഫിയറ്റ് കാർ കിടക്കുന്നുണ്ടല്ലോ. ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. ഡ്രൈവർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ട് പഴയ നാടകഗാനങ്ങളാണെന്ന് തോന്നുന്നു. നിങ്ങൾ വണ്ടി വിളിച്ചായിരുന്നോ? ഓ സർ, വണ്ടി അകത്തേക്ക് കൊണ്ടുവരാൻ ഒന്ന് പറയാമോ? ഫോൺ വെച്ചിട്ട് ജെസ്സി പൂമുഖവാതിൽ മലർക്കെ തുറന്നിട്ടു. നടുമുറ്റത്ത് ശംഖുപുഷ്പം പടർന്നു കിടക്കുന്നതിന് അരികിലുള്ള ചിത്രപ്പണി ചെയ്ത മരത്തൂണിൽ ഇടം കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് അവർ നിന്നു. റിവേഴ്സ് എടുത്ത് മുറ്റത്തേക്ക് കയറ്റിയ കാർ അയാൾ വീടിന്റെ വടക്ക് വശത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പോർച്ചിൽ നിർത്തിയിട്ടു. വെയ്പ്പുമുടിയും മീശയും ഊരി ഡാഷ് ബോർഡിലിട്ടു. റിയർ വ്യൂ മിറർ തിരിച്ച് മുഖം നോക്കി. കഷണ്ടി തലയിലും ക്ലീൻ ഷേവ് ചെയ്ത മുഖത്തും കള്ളച്ചിരിയോടെ വിരലോടിച്ചു. കാറിൽ നിന്നും പുറത്തിറങ്ങി ഇടതുവശത്തെ സീറ്റിലിരുന്ന ബാഗ് എടുത്ത് വീടിന്റെ അരത്തിണ്ണ ചാടിക്കയറി പൂമുഖം ലക്ഷ്യമാക്കി അയാൾ നടന്നു, മൂളിപ്പാട്ടും പാടിക്കൊണ്ട്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്റെ ഓർമ്മ ശാരദ സന്ധ്യകൾ മറമുരിഞ്ഞൊരിയും ശകുന്തളേ നിന്നെ ശകുന്തളേ